കുറച്ച് ടയേർഡായപ്പോ ഞാൻ പിന്നെ ഒന്നും വിചാരിച്ചില്ല. ഞാൻ നോക്കിയെങ്കിലും ഒരു മറ്റേ ആ ആർട്ടിക്കലും അത്രയും ക്ലിയർ അല്ല. ഒരു വായിക്കും തോറും എനിക്കത് കൺഫ്യൂഷൻ ആദ്യം ഒരു കംഫർട്ടിലല്ല നമ്മളത് മനസ്സിലാക്കുന്നത്. അത് ക്ലിയർ അല്ല. നമ്മള് എന്റെ ഒരു ഗിഫ്റ്റ് എന്താ, നമുക്ക് ആ ഒരു നമ്മളിപ്പോ ഇത് വായിക്കുന്നത് സയൻസും മാത്സും പഠിക്കാനല്ലല്ലോ. ബേസിക്കലി എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു ബേസിക് ഐഡിയ കിട്ടുക. ഇന്നിപ്പോ ഞാൻ ജസ്റ്റ് ഒരു കാര്യം മാത്രം പറയാം. ഞാൻ ഇന്ന് മറ്റേ ഗുരുജി പറഞ്ഞിട്ടൊരു ഫിസിക്സ് ഒരു സാറിനെ വിളിച്ചു. കിട്ടി. അപ്പൊ റിലേറ്റിവിറ്റി കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞ ചുരുക്കം ഇതാണ്. അതായത് റിലേറ്റിവിറ്റി തിയറി തന്നെ ഉണ്ടായ ഒരു ബേസിക് എന്ന് പറയുന്നത് ലൈറ്റിന്റെ റിലേറ്റിവിറ്റി തിയറി വരുന്നതിന് വരെ ടൈം അബ്സല്യൂട്ട് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആയിരുന്നു. ടൈം ഇസ് നോട്ട് ചേഞ്ചിങ്, എപ്പോഴും കോൺസ്റ്റന്റ് ആണ് എന്നൊരു ഇതായിരുന്നു. പക്ഷെ റിലേറ്റിവിറ്റി തിയറി വരാനുള്ള കാരണം എന്ന് വെച്ചാൽ മൈക്കൽസൺ മോളുടെ എക്സ്പെരിമെന്റ് ഒക്കെ വന്നല്ലോ. അപ്പൊ അതിനൊരു മീഡിയം വേണ്ട, അങ്ങനെയൊക്കെ അത് മനസ്സിലായി. അപ്പം ലൈറ്റ് എന്ന് പറയുന്നത് റിലേറ്റിവിറ്റി തിയറി വരുമ്പം അത് കോൺസ്റ്റന്റ് ആയി, വെലോസിറ്റി ഓഫ് ലൈറ്റ്. അത് കാരണം അത് പ്രാക്ടിക്കലി അതിനെ കമ്പയർ ചെയ്യാൻ, ആ സ്പീഡിനെ കമ്പയർ ചെയ്യാനായിട്ട് ഒന്നുമില്ല. കാരണം ഇപ്പൊ സൗണ്ട് എടുത്താൽ തന്നെ നമ്മൾ നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞാൽ, പ്ലെയിൻ ആയാലും നമ്മൾ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഫോൾ ബിഹൈൻഡ്. പക്ഷെ ലൈറ്റ് അങ്ങനെയല്ല. അപ്പം മനുഷ്യന്റെ, നമ്മൾ മെറ്റാഫിസിക്കലി പറയുകയാണെങ്കിൽ മനുഷ്യന്റെ ആ ലിമിറ്റഡ് നോളജ് അനുസരിച്ച് ഒരു ബേസിക് കോൺസെപ്റ്റ് എടുത്തു. എന്താണ്? ലൈറ്റിന്റെ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് നോൺ ചേഞ്ചിങ്. പക്ഷേ ടൈമും സ്പേസും കോൺസ്റ്റന്റ് അല്ല, ദാറ്റ് ക്യാൻ ചേഞ്ച്. അതിന്റെ ആധാരം എന്ന് പറയുന്നത് ലൈറ്റാണ്. അപ്പം നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞില്ല, ട്രെയിനിൽ ഒരു മൂവിങ് ഇതും ഒരാള് ഇങ്ങനെ മോഷൻലെസ് ആയിട്ടിരിക്കുന്ന സ്റ്റേറ്റും. അപ്പം ആ മൂവിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല് ആ സ്പീഡ് ഒരു പാരഡോക്സ് പറഞ്ഞല്ലോ, ട്വിൻ പാരഡോക്സ്. അതായത് രണ്ട് ബ്രദേഴ്സ് ഉണ്ടാവും. വൺ വുഡ് ബി ട്രാവലിംഗ് ടു സ്പേസ്, അതർ വുഡ് ബി സ്റ്റേയിങ് ഹിയർ. അപ്പം ഇതിനെ സംബന്ധിച്ചിടത്തോളം വൺ ഹൂസ് ട്രാവലിംഗ് ടു സ്പേസ് വിൽ ബി ഏജ്ഡ് ലെസ് കമ്പയർഡ് ടു ദ വൺ ഹൂസ് ഹിയർ. വൈ? ഒന്നുകൂടെ പറഞ്ഞ ആ പോയിന്റ് പറഞ്ഞേ. ട്വിൻ പാരഡോക്സിന്റെ നമ്മൾ ഞാൻ അമ്മയ്ക്ക് അയച്ചു തന്ന ഇതിലുണ്ടായിരുന്നു. അതിന്റെ അകത്ത് രണ്ട് ബ്രദേഴ്സ് ആണ്. അതില് വൺ ഇസ് റിമൈനിങ് ഇൻ എർത്ത്, ദ അതർ പേഴ്സൺ is remaining on earth. The other is going to outer space. So what happens? After a point of time they come back and they find that the person who has traveled to outer space is aged younger compared to the one who is here. Why is it so? It is because of the factor of time dilation. അപ്പം മറ്റേ അവരെ സംബന്ധിച്ചിടത്തോളം സ്പീഡ് കൂടും തോറും അവർക്ക് ആ സമയം കൂടുതൽ ഫീൽ ചെയ്യും. യഥാർത്ഥത്തിൽ അതിന് അദ്ദേഹം ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പം ഒരു ഈ ലൈറ്റിന്റെ സ്പീഡിനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ആൽഫ, ബീറ്റ, ഗാമ അതേ കണക്ക് ഓരോ അറ്റോമിക് പാർട്ടിക്കിൾസിലുള്ള ഈ വേവ് ഇതാണ്, അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. അപ്പം ദിസ് ക്യാൻ മൂവ് അറ്റ് എ സ്പീഡ് ക്ലോസ് ടു ദാറ്റ് ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റ്. അപ്പം ഈ പറയുന്ന അറ്റോമിക് പാർട്ടിക്കിൾസ് എല്ലാം റേഡിയേഷൻ അത് ഫ്രാഗ്മെന്റ് ചെയ്ത് ഇല്ലാതാവും.
ആ ഫ്രാഗ്മെന്റേഷന് ഒരു ടൈം പീരിയഡ് ഉണ്ട്. അപ്പം ഈ ടൈം പീരിയഡിന് ആക്ച്വലി നമുക്ക് എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഇത് ഇഫ് ഇറ്റ് ഇസ് ഗിവൺ ബിഗ് വെലോസിറ്റി കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടൈം അല്ലെങ്കിൽ ഇറ്റ് വിൽ ഫീൽ ദാറ്റ് ദർ ഇസ് എ ഡയലേഷൻ ഓഫ് ടൈം. അപ്പോൾ അതിൻ്റെ ടൈം മൂവ്മെന്റ് എന്താണ് കമ്പയർഡ് ടു അതിൻ്റെ മൂവ്മെന്റ് പതുക്കെയായിരിക്കും കമ്പയർഡ് ടു one which is not moving at that high speed. മനസ്സിലായില്ലേ? അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഔട്ടർ സ്പേസിൽ പോകുന്ന ഒരു സ്പേസ്. ആ വെലോസിറ്റി പോകുമ്പോഴത്തേക്ക് ടൈമിന്റെ മൂവ്മെന്റ് പതുക്കെയായിരിക്കും കമ്പയർഡ് ടു ദ വൺ ഓൺ എർത്ത്. അതാണ് ഈ പറയുന്ന ടൈം ഡയലേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഒരു മൂവിങ് ട്രെയിനിൽ വരുമ്പോഴത്തേക്കും എന്താണ് ഈ പറയുന്ന മിന്നൽ രണ്ട് ഇതിൽ പതിക്കുന്നത് രണ്ട് സമയത്ത് കാണാൻ എന്ന് പറയാൻ കാരണം അതാണ്. അപ്പൊ ആ ഉദ്ദേശിക്കുന്ന സ്പീഡ് ഇറ്റ് ഈസ് ദ വെലോസിറ്റി അറ്റ്ലീസ്റ്റ് 1/10 ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, എങ്കിലേ അത് പറ്റുള്ളൂ. ഇത് തന്നെയാണ് ഈ പറയുന്ന സ്പേസ് കൺട്രാക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സ്പേസ് കൺട്രാക്ഷൻ എന്ന് പറയുന്ന എക്സാമ്പിൾ അദ്ദേഹം പറഞ്ഞത് ഇതെന്ന് പറയുന്നത്, സപ്പോസ് യു ടേക്ക് എ stick and assume that is 1 meter of length, and assume it is given a big velocity almost equal to light, or at least 1/10 of the speed of light. Then the physics says, based on experimentation, it says that its length reduces. അപ്പം അതാണ് ഈ സ്പേസ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടും ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദാറ്റ് വെലോസിറ്റി ഓഫ് ലൈറ്റ് which is taken as constant. അപ്പം ഒരു absolute sphere എന്ത് വന്നു? From time it came to light. മനസ്സിലായില്ലേ? പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്. ടൈം ഈ പറയുന്ന ഡയലേഷനും സ്പേസ് കൺട്രാക്ഷൻ എന്നും പറയുന്നത് ഇതാണ് ബേസിക്, അതിൻ്റെ പോസ്റ്റുലേറ്റ്സ് അതാണ്. പക്ഷേ ഇത് നമ്മൾ ഒരു മെറ്റാഫിസിക്കൽ പ്ലെയിനിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ എനിക്കൊന്ന് ഇൻട്രസ്റ്റിംഗ് ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്, ഇത് നമ്മൾ പറയുമ്പോൾ തന്നെ till that time when it is found that the light need not have a medium by its own, and its speed is immeasurably fast, then it's taken as a constant. Measurably fast, we know it is 3 lakh kilometers, even saying so. So it is more than perceivable by our senses. അപ്പോൾ എന്ത് ചെയ്തു? We gave it an absolute status. പക്ഷേ അതുവരെ നമ്മൾ എന്തിനായിരുന്നു? ടൈമാണ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ഈ കൊടുക്കുന്ന ഈ ലൈറ്റിന് അബ്സല്യൂട്ട് സ്റ്റാറ്റസ് കൊടുക്കുമ്പോൾ തന്നെ, why we are given absolute status? Because our perception, it is beyond the perception of our senses. പക്ഷേ absolute status ഇതിനും ബിയോണ്ട് ആയിട്ട് absolute when the findings goes into that level. അതിൽ ഞാനിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാനിപ്പം ഒരു ഇത് കണ്ടെന്ന് വെച്ചാൽ, ഇപ്പം ഈ ബെൽ തിയറി, ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഇത് വന്നതാണ്, നോബൽ പ്രൈസ് വന്ന, അതിൻ്റെ അകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു കോൺസെപ്റ്റ് ഞാൻ വായിച്ചു ഇതായിരുന്നു. അതായത് ഈ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അതിൽ assume 2 particles of an atom that is split, and take one part in a box and you take it to America, and the other part you take it to Russia.
what Einstein says is that when you open the box in America, you find that this particular atom that was taken out, or cell that's taken out, will have a particular motion in a particular direction, left or right. And if the one is the one which is opened in America is having a orientation on the left direction, then when the other box is open in Russia, that would be oscillating in the other direction. അപ്പം ഇത് പറയുന്നത്, അപ്പം Weinstein was saying that it's not because it automatically took the other oscillation based on the connectivity between these two atoms, which are so much at such a long distance away. It is something which has been fed into it. But what this latest invention or the scientific understanding is that it's not like that. It found that no matter how much light years away, these are able to connect instantaneously, and it is based on that this oscillation differs. അപ്പം ദാറ്റ് ഇസ് വൈ അപ്പം അതാണ് നമുക്ക് ഈ മെറ്റാഫിസിക്കൽ ഫ്രെയിമിൽ നമുക്ക് നടരാജഗുരു ദേവൻ പറഞ്ഞ കണക്ക് നമുക്ക് ആ ഇത് കാരണം അപ്പം ലിമിറ്റ്സ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സയൻസ് ഇതുവരെ ഇരുന്ന ആ പോസ്റ്റുലേറ്റ്സിന് നേരെ വരുന്നത്. കാരണം ഇത്രയും ഒരിക്കലും നമുക്ക് ഇത്രയും ലൈറ്റ് ഇയേഴ്സ് എവേ ആയിട്ടുള്ള സാധനങ്ങൾ വരെ ഇത് ഈ പറയുന്ന ഈ ഡിഫറെന്റ് ഓസിലേഷൻസ് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പം ആ ഫാസ്റ്റ് അപ്പം ഈ ലൈറ്റിന്റെ ഇത് കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നത് തന്നെ ശരിയാണ്, തെറ്റാണ്. ഇറ്റ് ഈസ് ബിയോണ്ട് ദാറ്റ്. അപ്പം ഈ പറയുന്ന എല്ലാ പോസ്റ്റുലേറ്റ്സിനും അതാത് സമയത്തെ സത്യങ്ങളേ ഉള്ളൂ. ഇപ്പം ഗുരുജി എപ്പോഴും നമ്മുടെ അടുത്ത് പറയില്ലേ, ഇത് ഇപ്പോഴത്തെ സത്യം മാത്രമാണ്. അപ്പം നാളത്തെ സത്യം നിങ്ങളിൽ വരുന്ന ആ മാറ്റം അനുസരിച്ചിട്ടാണ്. പക്ഷെ അനന്തമായ സത്യം ഇതിനപ്പുറമാണ്. അപ്പൊ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ അമ്മ കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞു തന്ന ഈ സാറേ ഈ പറഞ്ഞു തന്ന സാറ് അദ്ദേഹത്തിന്റെ വോയിസ് റെക്കോർഡർ ഉണ്ടോ ഉണ്ടോ? ഉണ്ട്. ഞാൻ അയച്ചുതരാം. അതുകൂടെ എനിക്ക് വായിക്കണം. ബിക്കോസ് ഒന്നുകൂടെ എനിക്ക് അത് കേൾക്കണം. എന്നാലേ അത് എനിക്ക് ഈ ടൈം ഡൈലേഷന്റെയും ലെങ്ത് കോൺട്രാക്ഷനും എനിക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒന്നുകൂടെ കേട്ടാല് അതൊന്ന് ഇപ്പോഴത്തെ ഇത് ബെൽ നമ്മൾ തന്നെ വായിച്ചതാണ്. ഇപ്പോഴത്തെ നോബൽ പ്രൈസിന്റെ അല്ല, അത് വെച്ചിട്ട് എന്റെ ഒരു കാരണം അതിന്റെ ഒരു ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. ഇതെല്ലാം ഞാൻ പറഞ്ഞു കഴിയുമ്പോഴും ഐ വിൽ ആഡ് വൺ മോർ തിങ്. ഇതെല്ലാം പറഞ്ഞ ഈ ഫിസിക്സ് അധ്യാപകൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ പറഞ്ഞപ്പോ ബർഗ്സനെ കേട്ടിട്ടുണ്ട്. ബർഗ്സനെ കേട്ടിട്ടില്ല. അപ്പൊ അയാൾ സെർച്ച് ചെയ്ത് നോക്കും, ഹീസ് എ ഫിലോസഫി ഫിലോസഫറാണ്. ഹീ നത്തിങ് ലൈക്ക് ദാറ്റ്. മാത്സ് ഇസ് മോർ ഫിലോസഫിക്കൽ പോയിന്റ് ഓഫ് വ്യൂ. അതൊന്നല്ല. They are all philosophers. These are all proved scientifically. Einstein പറയുന്ന postulates that has been done empirically and it has been proved. അല്ലെങ്കിൽ they should be able to prove otherwise through empirical this thing. അപ്പൊ അതാണ് ഇത് പറയുമ്പോഴാണ്. എന്നിട്ട് he was adding further by saying Homo sapiens, we are Homo sapiens. ഈ പറയുന്ന മെഡിറ്റേഷൻ ഒക്കെ സത്യമാണ് എന്ന് പറയണമെങ്കിൽ ഹോമോസാപ്പിയൻസ് ഇല്ലാതായ പുതിയ ഒരു മനുഷ്യവർഗം ഉണ്ടാകും. എങ്കിലേ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഈ വാക്കുകള് അതാണ് ഈ സ്റ്റഡിയുടെ പ്രാധാന്യം യഥാർത്ഥത്തില്
ശരിക്കും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. കാരണം ഈ രണ്ട് ധ്രുവങ്ങളിലേക്ക് ഇരിക്കുന്ന ആളുകള്, കാരണം അദ്ദേഹത്തിന് മെഡിറ്റേഷൻ മിഥ്യയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ്. അവർ ചെയ്യുന്ന സയന്റിഫിക് എംപെറിക്കൽ സ്റ്റഡിയുടെ അതേ അല്ലെങ്കിൽ അതിനപ്പുറമുള്ള ഒരു റിയാലിറ്റിയുള്ള സത്യമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ദേ ഡോണ്ട് നോ. അതുകൊണ്ട് അവർ നിരാകരിക്കുകയാണ്. അപ്പം ഏറ്റവും ഈ അദ്ദേഹം നടത്തിയ സ്റ്റഡിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന മെറ്റാഫിസിസ്റ്റും ഈ പറയുന്ന എംപിരിസ്റ്റും, they are in two different planes and it's very difficult for them to merge. അവിടെയാണ് ഒന്നുകൂടെ സെന്റൻസ് പറഞ്ഞേ. ഈ ടോക്ക് ശരിക്കും നമ്മള് എനിക്കൊന്ന് അവിടെ പോയിരുന്ന് ഇതൊന്നുകൂടെ ശരത്ജി ഇതൊന്ന് പറയാനേ. കാരണം ഓവർ ദ ഫോൺ സംടൈംസ് സം വേർഡ്സ് വിൽ ബി മിസ്സിംഗ്. അപ്പൊ കണക്ടിവിറ്റിക്ക് ഒരു ഇത് വരുന്നുണ്ട്. ഈ സെന്റൻസ് ഒന്നുകൂടെ പറഞ്ഞ്. What I'm trying to say, even though this physics professor to whom I was speaking, he said all these postulates and that, then he said that no, what this person and what the supporting of his theories by Nataraja Guru is all nonsense. Because see, these what has Einstein has said, that has been proved through empirical study, laboratory experimentation. And what is all this thing of meditation and all this thing? What nonsense it is! If it has to really happen, then what happens? The Homo sapiens has to extinguish, and a new human race has to develop, so that meditation takes place. He is saying that because he is ignorant of the other thing. Because this meditation is as real as his empirical study in physics. Only when one has experienced that, one is able to. That is why this book, the value of this book is immeasurable, or it cannot be put forward in words. Because that's what I was trying to say. These two people, the empresses, so-called empresses on the physical plane, and these metaphysics, also the mistresses. These are in two different planes, and it is very difficult for these two people or these to merge, this thinking to merge. അപ്പൊ അതാണ് നടരാജ ഗുരുദേവനെ കണക്കുള്ള ആ ഒരു മനുഷ്യന്റെ പ്രാധാന്യം, ഈ ബുക്കിന്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു വരികയാണ്. I just listened to him, but then I was able, even though he was saying that, I was listening to him with a smile. Because it's the same thing Nataraja Guru has and വേറൊരു ഡയമെൻഷൻ അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്കും ഇത് രണ്ടും സത്യമാണെന്ന് നമുക്കറിയാം. എന്നാൽ രണ്ടിനും അതിൻ്റെതായ ലിമിറ്റേഷൻസും ഉണ്ട്. നമുക്ക് അത് അറിഞ്ഞാൽ മാത്രം, രണ്ടും അറിഞ്ഞ് അതിന് രണ്ടിനെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് ഉണ്ടാവെന്ന് പറയുന്നത് വളരെ റേറിറ്റിയാണ്. അതാണ് നടരാജ ഗുരുദേവൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ പുസ്തകത്തിന്റെ. അതുകൊണ്ടാണ് ഇതൊരു വാല്യുബിൾ ട്രഷർ. എനിക്ക് ശരിക്കും ഇന്ന് എനിക്ക് ഫീൽ ചെയ്താണ് ഇത് സംസാരിച്ചു. അപ്പൊ ഞാൻ അത് സംസാരിച്ചു അദ്ദേഹത്തിന്റെ അവിടെ നിന്നുള്ള നോളജ് ഞാൻ എടുത്തു. ദെൻ അപ്പം പക്ഷെ ഈ പറയുന്ന ഡയമെൻഷന് ഇവർക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ദാറ്റ് ഇസ് വൈ ദിസ് സ്റ്റഡി ഹാസ് സോ മച്ച് റെലവൻസ്. അപ്പം മാക്സിമം നമ്മൾ ആ നോളജ് ഉൾക്കൊള്ളുക, എന്നിട്ട് വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ട്രൈങ് ടു സേ. ഈശ്വരനായിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് വരുന്നതാണ്. എന്തായാലും യു ആർ ടയർഡ് ടുഡേ, സോ അത് മാത്രല്ല ഇതിന്റെ കുറച്ചുകൂടെ ഒന്ന് കേട്ടാലേ അത് ശരിയാവുള്ളൂ. I will send you the voice clip, and I will send you this particular video also. And mind one more thing, see, we don't have to be entangled with this particular topic, because I was just glancing through this book. Then I found that the next 100 or pages is entirely on this Bergson theory and Einstein, all this conflict, time, space. It's discussed in very detail.
ആസ് വി ഗോ ഓൺ. ഈ 200 300 അതിന്റെ ഇടയ്ക്ക് വരുന്നത് മുഴുവൻ ഇതാണ് ബക്സോണിയൻ തിയറിയും റിലേറ്റിവിറ്റി ആയിട്ടുള്ള ആ ടൈം സ്പേസ് ഡയലേഷൻ ആ കൺസെപ്റ്റ്സ് വരുന്നുണ്ട്. അപ്പൊ ദാറ്റ് സ്റ്റഡി ഈസ് വെരി കാർഡിനൽ. ഇപ്പം നമ്മൾ എടുത്ത ആ റിസർച്ച് ടോപ്പിക്കുള്ള അത് നമ്മൾ ഈ മനസ്സിലാക്കിയ കാര്യങ്ങളും ഓരോന്ന് കേട്ട് വി വിൽ ട്രൈ ടു പതുക്കെ പോകാം. നീഡ് നോട്ട് ഗെറ്റ് എൻടാങ്കിൾഡ്. ഇഫ് യു ഫൈൻഡ് ദാറ്റ് വി ആർ നോട്ട് കംഫർട്ടബിൾ ദിസ് തിങ്, വി വിൽ മൂവ് ഫോർവേഡ്. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. At some point of time, we will be able to come back and introspect. അല്ലെങ്കിൽ we will find that we won't be able to move forward. അതുകൊണ്ട് നമുക്ക് തിരിഞ്ഞു നോക്കാതെ നമുക്ക് ചിലപ്പോൾ പോകേണ്ടി വരും. ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്. കാരണം നമ്മുടെ ഡയറക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇത് അതിന് അപ്പുറമായിട്ടുള്ളതാണ്. ലിമിറ്റഡ് നോളജിൽ നിൽക്കാനുള്ളത്, യൂണിവേഴ്സൽ നോളജിലേക്ക് പോകാനല്ലേ. അപ്പം ലെറ്റ്സ് മൂവ് ഫോർവേഡ്. കാരണം we will have to come back also. കാരണം this not going to end with this. ജസ്റ്റ് 200 ആ പേജ് ആകുമ്പോൾ ഗ്ലാൻസ് ചെയ്ത് നോക്കിയാൽ മതി. there is a lot more discussion in depth. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഒക്കെ it will come into that. So we can utilize this man. ഇന്ന് ഇദ്ദേഹത്തിനോട് സംസാരിച്ചു. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ പറയുന്ന ഫിസിക്സിന്റെ ഡൗട്ടുകൾ ഇദ്ദേഹം ചോദിച്ചാൽ ഹിൽ ട്രൈ ടു ഹെൽപ്പ് ഇറ്റ് ഔട്ട്. ഗുരുജി പറഞ്ഞ് ഏർപ്പെടുത്തിയതല്ലേ. അപ്പം ഒരു നിയോഗങ്ങളൊക്കെ വരുന്നതാണ് നമ്മുടെ സ്റ്റഡിക്ക് ഫ്യൂച്ചറിനായിട്ട് ആധാരമാക്കി തരുന്നതാണ്. സോ ലെറ്റ് us not disrupt this study. Let us move forward. Okay. അപ്പൊ ഇപ്പം അത് രണ്ടും അയച്ചാലും ഒന്നുകൂടെ കേട്ടിട്ട് നോക്കാം. Fine. But there is something in what we have said today also. So let this also go into that this thing, part of the series. അത് കുറച്ച് ഒരു കൺസെപ്റ്റ്സ് ഉണ്ട്. അത് ഈ ബുക്ക് റിലവൻ്റ് ആയിട്ട് തന്നെയാണ് അത് വരുന്നത്. Let it go into that domain. That's what I feel. അപ്പം മൊത്തം ആ 64 പേജസും വായിച്ചായിരുന്നോ സെക്രട്ടറി? മനസ്സിലായോ? Went through that. പക്ഷെ അതുകൊണ്ട് അത് ജസ്റ്റ് നോക്കിയത് കൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിന് ഈ ട്വിൻ പാരഡോക്സ് ഒക്കെ ചോദിച്ചത്. അപ്പൊ ചിലതായിട്ട് വായിച്ചു നമുക്ക് അത് 64 പേജ് പഠിച്ചു മനസ്സിലാക്കാൻ നമുക്ക് ഇപ്പൊ പറ്റില്ല. പക്ഷെ നമ്മൾ ഇറ്റ് വിൽ കം ടു us as the discussion progresses. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് വായിച്ച് ഇനി ഇപ്പം ടൈം അല്ലെങ്കിൽ ഓരോരുത്തരും അതിൻ്റെ അകത്ത് നല്ല എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് ഹെൽപ്പ് ചെയ്യും. അപ്പം അത് പഠിച്ച് ഇത് അല്ലെങ്കിൽ തീർത്ത് നമുക്ക് മുമ്പോട്ട് പോകാമെന്ന് വെച്ചാൽ വി വിൽ ഫൈൻഡ് നമ്മൾ തന്നെ ഒരുമാതിരി ഫ്രസ്ട്രേറ്റഡ് ആവും. ഇറ്റ്സ് വാട്ട് ഐ ഫീൽ. നമ്മൾ രണ്ടുപേരും നിൽക്കുന്ന ഒരു അവസ്ഥ അതായിട്ട് എനിക്ക് തോന്നുന്നു. ഈവൻ ടുഡേ ഞാൻ എടുത്ത് ഇങ്ങനെ വായിക്കണം. ഇത് എൻ്റെ കോടതി എല്ലാം കഴിഞ്ഞ് ഞാൻ എത്തിക്കഴിഞ്ഞ് I was reading again and again. This has been happening for a week. അവസാനം ഞാൻ എടുത്ത് താറയിലൊക്കെ അടിച്ചു ടേബിളിൽ അത്ര. അപ്പം ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മൾ അത് മുമ്പോട്ട് പോകണം. നമ്മൾ ആ ഒരു കാരണം നമ്മൾ ലിമിറ്റഡ് നോളജിനല്ല, യൂണിവേഴ്സൽ നോളജ് ഞാൻ പറഞ്ഞ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം വരുന്നുണ്ടത് വന്നോളൂ, ഞാൻ എഴുതിയാൽ മതി. It is so, ഒരു വല്ലാത്തൊരു എഫക്റ്റ് ആണ്. നമുക്ക് മറ്റേ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അതും തടസ്സപ്പെടുത്തുന്ന പോലെ ഒരു തോന്നുന്നത്. അല്ല, I understand and I am also going through the same this thing. ഇപ്പം ഞാനും ഇപ്പം രാവിലെ തൊട്ട് വൈകിട്ട് ഇപ്പം നമ്മൾ ഇത്രയും ഗുരുജി നമ്മളെ പഠിപ്പിച്ച് ഈ തലത്തില് കൊണ്ടുവന്നിട്ട് മറ്റേ ഒരു തലത്തില് റിയലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇറ്റ് ഈസ് സോർട്ട് ഓഫ് ബീങ് അൺഡൺ, ലൈക്ക് ദാറ്റ് ഈസ് പീസ് ഓഫ് മൈൻഡ്. അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഇദ്ദേഹമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ദാറ്റ്സ് വാട്ട് ഐ വാസ് ടെല്ലിങ്. ഇദ്ദേഹമായിട്ട് സംസാരിച്ചു. ഇദ്ദേഹം ഫിസിക്കൽ തിയറി ഫിസിക്സ് ഒക്കെ പറഞ്ഞു. Then what he was saying, he is saying that meditation does not exist. അത് ഹോമോസാപ്പിയൻസിനുള്ള ഒരു സാധനമല്ല, അത് ഔട്ട്സൈഡ് ദ ഡൊമൈൻ. അപ്പം
ന- ഇത് എക്സ്പീരിയൻസ് ചെയ്ത നമ്മളെടുത്ത് അത് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? ഉം. അപ്പൊ അതാണ് ഞാൻ നമ്മൾ പറയുന്നത് ഈ ബുക്കിന്റെ റെലവൻസ്. കാരണം വളരെ ഡിഫിക്കൽട്ടാണ് ഈ രണ്ട് പ്ലെയിനിൽ നിൽക്കുന്ന ആളുകളെ മെർജ് ചെയ്യാനായിട്ട്. അദ്ദേഹം ചെയ്തിട്ട് അതാണ് നടരാജ് ഗുരുവിന്റെ ആ ഒരു ചെയ്ത അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയും അദ്ദേഹം ചെയ്ത വർക്കും എന്ന് പറയുന്നത് അത്രമാത്രം വേറെ ഒരു കാരണം നമുക്ക് ഇത് പറഞ്ഞാൽ നമുക്ക് മെറ്റാഫിസിക്കൽ കുറെ ലെവലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും പുസ്തകങ്ങൾ. എന്നാൽ ഇന്റലക്ച്വൽ ഫീൽഡിൽ നിൽക്കിയിരിക്കുന്ന ഒരു കാരണവശാലും ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ പറയുന്ന ഇദ്ദേഹം ചെയ്ത ഈ വർക്ക് എന്ന് വെച്ചാൽ ഹീസ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് സോ ദാറ്റ് the other people also are able to understand. പക്ഷെ അങ്ങനത്തെ ഉള്ള പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ജന്മമൊക്കെ റെയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ് ആണ്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഗുരുജി നമ്മളെ, അല്ലാതെ വേറൊരു ആൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. നോബഡി വിൽ എവർ ബി. ഞാൻ കഴിഞ്ഞ തിയോസഫിക്കൽ സൊസൈറ്റി ഡിസ്കഷൻ കഴിഞ്ഞിട്ട് I was sitting there and one person was asking me, why you are doing all this thing? Why is all this thing? ഞാൻ പറഞ്ഞു അല്പം വട്ടാണ്, നമുക്കതേ പറയാൻ പറ്റുള്ളൂ. ആൻഡ് അമ്മ ഈ പറയുന്ന സെയിം തിങ് അവർ തിങ്, വൈ ഐ എം വേസ്റ്റിംഗ് മൈ ടൈം. എൻ്റെ പ്രൊഫഷണൽ അല്ലെങ്കിൽ എനിക്ക് പഠിക്കേണ്ട ഹാഫ് ഓഫ് മൈ ഡേ ഈസ് നൗ ബീങ് റൺ ഓൺ ദിസ്. ബട്ട് ദെൻ I sincerely feel that it's not like that. When a guru is entrusting us something, he has a plan for that. അതാണ് ഇന്ന് ഇദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തത് എനിക്ക് മനസ്സിലായത്. കാരണം ഇതല്ലാതെ nobody will be able to understand this thing or put it to the world. ഇത് ചിലപ്പം ആർക്കെങ്കിലും ഒക്കെ ഉപയോഗപ്പെടുമായിരിക്കും. നമ്മളെന്തായാലും ജീവിച്ച് നാളെ മണ്ണടിയും. ഇതുകൊണ്ട് ഒരാൾക്കെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്തായാലും സമാനമായിട്ട് കിടക്കും. ഡോണ്ട് വറി. കേട്ടോ? എന്തായാലും മറ്റേ രണ്ടും വായിച്ചു നോക്കാം എവിടെ ചെന്ന്. കാരണം നമ്മള് ഇപ്പൊ പിന്മാറിക്കഴിഞ്ഞാൽ നമ്മള് ആ ഒരു സത്യത്തോടെ ചെയ്യുന്ന ഒരു അനീതിയായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്കറിയാം അമ്മ ഈ പറയുന്ന കണക്ക് സെയിം തിങ് ഐ ഫീൽ. ബട്ട് അതല്ല, നമ്മുടെ മനസ്സിന്റെ ലിമിറ്റേഷൻസിന് അപ്പുറം നമുക്ക് പോകാൻ കഴിയണം. അല്ലെങ്കിൽ നമ്മൾ സാധകര്, അല്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ട് അർത്ഥം? അകർമ്മം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ചെയ്യേണ്ടതന്നെ. അല്ലെങ്കിൽ കാരണം എന്താണ് കത്തി എന്താ ഗുരുജി പറഞ്ഞല്ലേ, കത്തി എരിഞ്ഞ് ലോകത്തിന് വെളിച്ചമാകേണ്ടവര് മാത്രമാണ് നിങ്ങളുടെ ജന്മം എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ആരെങ്കിലും ആയിട്ട് പറഞ്ഞാൽ ആരും സമ്മതിക്കുമോ? പക്ഷേ ഗുരുക്കന്മാരെന്താണ് ചെയ്യുന്നത്? ഗുരു എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ. ഈസ് ഡൂയിങ് ഫോർ അതേഴ്സ്. അപ്പം നമ്മൾ എന്ത് നാരോ മൈൻഡഡ് ആയിട്ടുള്ള ആളുകളാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അല്ലേ? See, the heart language is to exist at that level and to be expressive of what is innate in a man. That is sort of at the existential level it is more sort of എന്താണ് പറയാ. പക്ഷെ അതിപ്പം നമ്മൾ പറയുന്നു, നമ്മളെ സാധക്സ് അത് പറയുന്നു. That is more the sort of but not every man will say that definitely it's there. The metaphysical level വന്നവർക്ക് ആ എക്സിസ്റ്റൻസ് എത്രയോ ഭേദം. And you can do even the karma, you can do plenty. But this one sort of I don't know where it will go and end up. I wonder how it is going to work out. I don't know. In the end, how it is going to work out, I don't know. I really don't know how it is going to be. Let us not get entangled. അപ്പം ഗുരുജി എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇന്ന് ഇയാളുടെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ടോട്ടലി ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ബട്ട് വെൻ ഐ ടോക്ക് ടു ദിസ് ഫെല്ലോ, he was saying all these things. Then the way he was approaching the metaphysical plane, then I understood the value of this book, the value of this man, what he has done. കാരണം ഇത് ഒരിക്കലും ഒരുമിച്ച് പോകാൻ പറ്റാത്തൊരു സാധനമാണ്.
ഒരിക്കലും മൈൻഡ് തള്ളിപ്പറയും. എന്താണ് ഈ പറയുന്ന സത്യം പ്രൂവ് ചെയ്തതാണ്. ദെൻ ഈ സെറ്റ് ഈ ഇപ്പുറത്തൊരു സത്യമുണ്ട്, ആ സത്യത്തെ അയാൾക്കറിയില്ല. എന്നാൽ ഇപ്പുറത്തുള്ള സത്യത്തെ അറിഞ്ഞു, പക്ഷേ അപ്പുറത്തുള്ള സത്യത്തെക്കുറിച്ച് അപ്പുറത്തും ഫിസിക്സിന്റെ ആ ലോകത്തും ആ സയൻസിന്റെ ലോകത്തും സത്യമുണ്ട്. ഒബ്ജക്റ്റീവ് റിയാലിറ്റി തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷെ ഈ പറയുന്നത് ഒരിക്കലും മെർജ് ചെയ്യില്ല. ആ മെർജിങ്ങിന്റെ അതാണ് ഇതാർക്കും ഈ പുസ്തകം ഡൈജസ്റ്റ് ചെയ്യാത്ത. അപ്പൊ റെസിപ്രോസിറ്റി എന്ന് പറയുന്നത് അത് തന്നെയാ, ഒന്നും മറ്റേതിനെ അമ്മ ഞാൻ ഇന്ന് ഇയാളടുത്ത് സംസാരിച്ചപ്പം എനിക്ക് ശരിക്കും മനസ്സിലായി. ഐ വാസ് ലിസണിങ് ടു ഹിം വെരി ക്ലോസ്ലി. ഇതൊക്കെ പറയുന്നു. പക്ഷെ ഞാൻ ഐ വാസ് ഏബിൾ ടു ഇൻകൽക്കേറ്റ് ഇറ്റ് ആൻഡ് എനിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റി. ഞാൻ അദ്ദേഹത്തെ കണക്ക് ഞാൻ ഒരിക്കലും സയൻസിനെ തള്ളി പറഞ്ഞില്ല, മെറ്റാഫിസിക്സിനെ തള്ളി പറഞ്ഞെങ്കിലും ഞാൻ മെറ്റാഫിസിക്സിൽ നിൽക്കുന്ന ഒരാളാണ്, ഞാൻ മിസ്റ്റിസിസിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഒരിക്കലും മറ്റേ തള്ളി പറഞ്ഞില്ല. അപ്പൊ അതാണ് അതിൻ്റെ ഒരു ലാർജസ്റ്റ് ഒരു സാധനങ്ങളിൽ നിന്ന് വരുന്ന ഒരു വ്യത്യാസം. അതാണ് ഉൾക്കൊള്ളാനുള്ള ഒരു ഇതും ഉരുകാനുള്ള ഒരു. കാരണം എന്തായാലും ഒന്നും വേസ്റ്റ് ആയിട്ട് അവസാനം ഇത് പോകുന്നതിന് മുമ്പ് ഗുരുജി പറഞ്ഞ കണക്ക് അല്പം വെളിച്ചം കൊടുത്തിട്ട് പോവാം. എനിക്കറിയില്ല കേട്ടാണ് ഇത് എവിടുന്നോ വരുന്ന വാക്കുകളാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഐ എം ഫീലിംഗ് ലൈക്ക് ദാറ്റ് സംതിങ് വി ഷുഡ് നോട്ട് അസേർട്ട് ഇറ്റ്. കാരണം നോബഡി would be able to undertake this task. Nobody will be ready to, willing to. ഞാൻ ഇന്ന് മറ്റേ ഇവിടെ പ്രകൃതി അവിടെയൊക്കെ പോയി. So I was talking to that person. He was so close to Nitya Chaitanya and all. And he was saying that there is nobody there. From Guru example, somebody is there who can pour some light to what we are discussing. He said, unfortunately, sir, there is nobody. അപ്പം അതിനൊരു ഇതുണ്ട്. സോ ലെറ്റ് us not lose our heart. അപ്പോൾ അത് രണ്ടും വായിച്ചു നോക്കാം അത്രയും വായിക്കാൻ. അല്ല, let us go to the next topic. Let's not cling on. അതും ഇത് തന്നെയാണ്, ബെർഗ്സോണിയൻ ആയിരിക്കും എന്നല്ലേ പറയുന്നത്. അല്ല, ഇനി പോകുന്നത് ലാർജ്ലി അതാണ്. നമ്മൾ കൂടുതൽ അതിന്റെ എസെൻസ് നമ്മൾ എടുക്കുക, അല്ലാതെ നമ്മൾ എൻറ്റാങ്കിൾഡ് ആവണ്ട. try to get the essence. നമ്മൾ ഡിസ്കസ് ചെയ്യാം. ചിലത് ശരിയായിരിക്കും, പൊട്ടത്തരമായിരിക്കാം, അത് നമുക്കറിയില്ല. ദാറ്റ് ലെറ്റ് us leave it to the divinity. ഡിവിനിറ്റിയുടെ അപ്പുറം അല്ലല്ലോ നമ്മൾ. നമുക്ക് പറ്റുന്ന ഒരു എഫേർട്ട് നമ്മൾ എടുക്കാം, പറ്റുന്ന മനസ്സിലാക്കാൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലെറ്റ് us move forward. മറ്റേ എൻറ്റാങ്കിൾഡ് ആയിട്ട് നിന്ന് എപ്പോഴെങ്കിലും ഒരു സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വരാം, എപ്പോഴെങ്കിലും ഒരു വെളിച്ചം വരും. ഇതെല്ലാം മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നമ്മുടെ ഐ മാത്രമല്ലേ വരുള്ളൂ, അത് ഐയുടെ അപ്പുറത്തോ ആണല്ലോ നമ്മൾ പോകുന്നത്. ലെറ്റ് us move forward. ഈശ്വരൻ നമ്മളത് മനസ്സിലാക്കണമെന്ന് വേണമെങ്കിൽ ആ ലൈറ്റ് നമുക്ക് വെളിച്ചം തരും. അങ്ങനെ ആലോചിച്ചാൽ മതി. ബട്ട് ഡോണ്ട് എക്സോസ്റ്റ് യുവർ സെൽഫ്, ഡോണ്ട് ഗെറ്റ് ടു മച്ച് വറീഡ്, ഡോണ്ട് സ്ട്രെസ് യുവർ സെൽഫ് സോ മച്ച്. കേട്ടോ? മറ്റേ രണ്ടും ഒന്ന് അയച്ചു നോക്കാം. ഓക്കെ, ഡോണ്ട് വറി. ഹാവ് എ ഗുഡ് സ്ലീപ്പ്.